കേരളത്തിലൊക്കെ വന്ന ഒട്ടോമൻ കാലഘട്ടത്ത് ഒട്ടോമൻ വന്നപ്പോൾ നിർമ്മിച്ച മോസ്കാണ്. മനസ്സിലുള്ള ചിന്ത എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലൈംഗികമായിട്ട് അതൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരൻ. മെയിൻ കോഴ്സും സ്റ്റാർട്ടറും ആയിട്ട് ലാവിഷ് ഡിന്നർ കേട്ടോ. മോണ്ടിനീഗ്രോ സ്റ്റാൻഡ് വിത്ത് പലസ്തീൻ എന്ന് പറയുന്ന എവിടെ ചവിട്ടുകൂട്ട കണ്ടാലും അവിടെ നിന്ന് എന്തെങ്കിലും പറക്കിയെടുത്തോളൂ. ഇപ്പോൾ ഒരു ഓറഞ്ച് ചവിട്ടുകൂട്ട കണ്ടപ്പോൾ അത് പറക്കിയെടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ മോണ്ടിനീഗ്രോയുടെ ഒരു ബോർഡറാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ ഫസ്റ്റ് ടൗണിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ മോണ്ടിനീഗ്രോയിലുള്ള ടൗൺ ആണ് കേട്ടോ. നല്ല രസമുണ്ട് ടൗണ്. യു ഓൾറെഡി ബീൻ ഹിയർ? You came this way, right? Serbia, this way. Serbia, yes. I have been. ഇത് നമ്മുടെ സെർബിയ പോകുന്ന ഭാഗത്താണ്. നമ്മളിനി അടുത്ത ഈവനിങ് മുമ്പ് ഹിച്ചയ്ക്കാൻ വേണ്ടി പോവാം. ഇവിടെ എല്ലാം നമ്മുടെ റഷ്യൻ റൈറ്റിംഗ് ആണ് കേട്ടോ. അറോട്ടേറ റൈറ്റ്. ആ കാണുന്നത് ലാറ്റിൻ ആയിരുന്നു. എൻ്റെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ, ലാറ്റിൻ ആയിരുന്നു. നമ്മളൊരു കടയിൽ വന്നിട്ട് കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. 2 സബർജല്ലിയും പഴമൊക്കെയാണ് കേട്ടോ വാങ്ങാൻ വേണ്ടി വന്നത്. ഇവിടെയൊക്കെ അവർ റഷ്യയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോയി കേട്ടോ അവർ എഴുതി വെച്ചത്. പിന്നെ ഈ ഒരു രാജ്യം റഷ്യ പോലെ തന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ഉള്ള രാജ്യമാണ്. നമ്മൾ ആപ്പിളും കുറച്ച് സംഭവമൊക്കെ വാങ്ങിച്ചു. ഇവിടെ സമയം എന്താണെന്ന് പറഞ്ഞ് പോന്നു. നമുക്ക് ലിഫ്റ്റ് അടിച്ചൊക്കെ ഒരു കമ്പനിയായിട്ട് ഒരു പൂച്ചയൊക്കെ വന്നു പോയി. നമ്മൾ അടുത്തൊരു തുർക്കി ആളുകളുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോവാണ്. എന്ത് മനോഹരം അല്ലേ ലേക്ക്. മോണ്ടിനീഗ്രോ ആക്ച്വലി ഭയങ്കര മനോഹരമാണ് കേട്ടോ. ടൂറിസം ഭയങ്കര കോമൺ ആണ് ഇവിടെ. മോണ്ടിനീഗ്രോയുടെ മനോഹരമായിട്ടുള്ള വഴികളാണ്. ഓ അടിപൊളി കേട്ടോ. അവിടെ ഒരു ദേവാലയമാണ് കേട്ടോ വെള്ളത്തിന്റെ നടുക്ക് കാണുന്നത്. നമ്മൾ മാളിൽ വന്നതാണ്. ഇവിടെ വാഷ്റൂമിന് 2 യൂറോ കേട്ടോ. നമ്മൾ വാഷ്റൂമിലൊക്കെ ഫ്രീ ആയിട്ട് ചാടി കയറിയിട്ട് ഡംസ്റ്റർ ഡൈവിങ്ങിന് വേണ്ടി വന്നതാണ്. Come on, let's go. Come on, what are you gonna find? Is there something? I don't know. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിവിടെ റോഡിന്റെ അടുത്തായിട്ട് പുഴയ്ക്കരികിലിരുന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഹോംലെസ്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടറിനായിട്ട് ഇസ്രായേലിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഇതും പിന്നെ ഒരു ഇത് വാങ്ങിച്ചു. പിന്നെ അതാണ്ട് ഒരു ടൂണ ബോക്സും. ദിസ് ഈസ് അവർ മെയിൻ കോഴ്സ്. മെയിൻ കോഴ്സും സ്റ്റാർട്ടറും ആയിട്ട് ലാവിഷ് ഡിന്നർ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അവരാണ് കേട്ടോ നമ്മുടെ തുർക്കിഷ് കപ്പിൾ. ഇവിടെ മലമുകളിൽ എന്തോ ഒരു കോട്ടയോ സന്തോ സംഭവങ്ങളാണ്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ മർഹബ. മർഹബ തശക്കൂർ. വാട്ട്സ് യുവർ നെയിം? തൂച്ചയും മാർത്തിയാണ്. താങ്ക് യു സോ മച്ച്. തഷ്കൂർ. അവര് നമുക്ക് വേണ്ടി ഒന്ന് കറക്കാൻ വേണ്ടി കൂടെ ഒന്ന് പോയിട്ട് അവരുടെ കൂടെ നമ്മൾ വേറൊരു സിറ്റിയിലോട്ട് പോവാണ്. അവിടെ അവർ ഇറക്കിത്തരും. ഇത് ഇവിടുത്തെ ഒരു കോട്ടയോ എന്തോ സംഭവമാണ് കേട്ടോ. ഈ കാണുന്നത് നല്ല മനോഹരമാണ് കേട്ടോ. കോട്ടൂർ എന്ന് പറയുന്നത് കോട്ടയിൽ നിന്ന് വന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കോട്ട ഉള്ള ഒരു നഗരം കോട്ടൂർ അങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇത് ആക്ച്വലി മോണ്ടിനീഗ്രോയുടെ 1 ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റിക് സിറ്റിയാണ്. എല്ലായിടത്തും പൂച്ച ഇതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കോട്ടമതിലിന്റെ ആള് പോലെയാണ് കേട്ടോ. കോട്ടൂർ കാറ്റിന് ഭയങ്കര ഫേമസ് ആണ്. ഹലോ. നമ്മുടെ ക്രൊയേഷ്യ യുണൈറ്റ് ചെയ്ത ഒരു രാജാവുണ്ട്. പുള്ളിയുടെ പേരിലുള്ള ടൊമിസ്ലാവ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ ചർച്ച എന്തോ ആണ് കേട്ടോ. 1166 ചർച്ചാണ്. 1166. ഇവിടെ നമുക്ക് ക്രിസ്മസിൻ്റെ ഇതാണ് കേട്ടോ. ഈ കാണുന്ന ഇവിടെ ഒരു ക്ലോക്ക് ബെല്ല്. ഇത് ഇവിടുത്തെ ഒരു സെന്ററാണ്.
ഇത് ഒരു സെന്റർ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മലയില കോട്ട. നമ്മളിവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് നിന്ന്. ഇവിടെ കണ്ടില്ലേ, എല്ലായിടത്തും പൂച്ചയാണ് കേട്ടോ. ബീസ് 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 എല്ലായിടത്തും കണ്ടില്ലേ, ഭയങ്കര റെസ്പോണ്ട് കേട്ടോ. വാ വാ വാ, ബീസ് 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 ബീസ്. ഹലോ, സെമിയോ. ഭയങ്കര റെസ്പോണ്ടിങ് കേട്ടോ ഈ പൂച്ചകള്. Interview with the cat. Hello, what's your name? Hello. Hello. Finally, welcome to Podgorica. നമ്മൾ പട്ഗോർസയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വാഷ്റൂമിൽ വന്നാണ്. വാഷ്റൂം 50 cents എക്സ്പെൻസീവ്. No. We go to the cat. Yeah, we go to the cat. നമ്മൾ 50 സെൻസ് കൊടുത്ത് അങ്ങനെ വാഷ്റൂമിൽ പോകണ്ട. നമ്മൾ അതുകൊണ്ട് വല്ല ഏതെങ്കിലും വല്ല പുൽമൈതാനത്ത് മൂത്രം ഒഴിക്കാമെന്ന് വിചാരിച്ചു. 50 സെന്റ് എന്ന് പറയുമ്പോൾ വലിയ പൈസയൊന്നുമില്ല, എന്നാലും എന്തോ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ്. ഫൈനലി സച്ച് എ ഗുഡ് നൈറ്റ്. നമ്മൾ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹായ്, കണ്ടില്ലേ? ഹൗ വാസ് യുവർ ഡേ? It was very good day. നല്ല ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. We went the whole country, home and Toronto. നമ്മളിവിടെ കിടക്കുമായിരുന്നു. കിടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റൂല, സെക്യൂരിറ്റി വരും. ഇപ്പോൾ രാവിലെ ആയി. പുള്ളിക്കാരൻ അവസാനം നമ്മളടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാം, നമുക്ക് അവിടെ കിടക്കാമെന്ന് പറഞ്ഞ് നമ്മളെ രാവിലെ കെട്ടും പാട്ടൊക്കെ കെട്ടിപ്പിച്ച് പുള്ളിക്കാരൻ കൊണ്ടുപോവാം. പുള്ളിക്കാരൻ നമുക്ക് താങ്ക് യു. നമ്മളെ കൊണ്ടുപോയി പുള്ളിക്കാരൻ ആക്ച്വലി കുറച്ച് വീടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ഒരു മനസ്സിലുള്ള ചിന്തയെന്ന് പറയുമ്പോൾ എന്താ പറയുക, ലൈംഗികമായിട്ട് അതൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരൻ. അപ്പോൾ പിന്നീട് ലാസ്റ്റ് അവിടെ നിന്ന് നമ്മളെ വിട്ടു. ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഇതെനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായി. അപ്പോൾ അവള് ആദ്യമായിട്ടെന്ന് ഒരു 6 മാസമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ആദ്യമേ മനസ്സിലാക്കാൻ പറ്റിയില്ല, പിന്നീട് മനസ്സിലാക്കി. ഞാൻ ആദ്യമേ മനസ്സിലാക്കി അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആളുകളെ കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരാളുടെ എന്താ പറയുക ഇൻസ്റ്റിങ്ക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ഓഫർ ചെയ്തെന്നും പറഞ്ഞാൽ അത് അപ്പം ചാടി കയറി എടുക്കാൻ നിൽക്കരുത്. നമ്മൾ കൂടുതൽ നിന്നിട്ട് മനസ്സിലായി. ഒരാൾ പറഞ്ഞു വീട്ടിലോട്ട് പോകാൻ നമുക്ക്, അപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള ഓഫർ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എടുക്കാതിരിക്കുക. എന്നാൽ ഇങ്ങനത്തെ പണികൾ കിട്ടും. നമുക്ക് വലിയ പണി കിട്ടിയില്ല, പണി കിട്ടിയിരുന്നെങ്കിലോ. അപ്പം അത് കിട്ടൂല എന്ന് ഉറപ്പിച്ചില്ല. ഹലോ, നമ്മള് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ആപ്പിളരിയുന്നു, പിന്നെ പഴം, നമ്മുടെ ഇത്, പിന്നെ ദുബായിൽ നിന്നുള്ള ഇത് ഇതിപ്പോൾ ഭക്ഷണം ആസ്വദിക്കുക. എൻ്റെ ഇതെല്ലാം ഞാൻ കരോളയുടെ അവിടെ വെച്ചിട്ട് വന്നത്, അതുകൊണ്ട് ഞാൻ പിന്നീട് കഴിക്കും. എൻജോയ് യുവർ മീൽ. This is some homeless man I found this morning eating cereal here on the stairs. Hello sir, what are you doing? Enjoying my homeless life. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിനി ട്രെയിൻ സ്റ്റേഷനിലോട്ട്, ബസ് സ്റ്റേഷനിലല്ലേ അല്ലേ അല്ലേ അതെ അതെ നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് പോവാണ്. നല്ല തണുപ്പ്. നമ്മൾ നടന്ന് ഇനി ബസ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഇവിടെ അടിപൊളി കേട്ടോ. മോണ്ടിനീഗ്രോ സ്റ്റാൻഡ് വിത്ത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോസ്റ്ററാണ്. നമ്മൾ മഴ കുറഞ്ഞുകൊണ്ട് ഇനി കുറച്ച് നേരം നടക്കുവാണ്. നടന്നിട്ട് നമ്മൾ അൽബാനിയയിലോട്ട് ഹിച്ചേക്ക് ചെയ്ത് പോകാനുള്ള പ്ലാനാണ്. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. വേറെ ഭക്ഷണമൊക്കെ കഴിച്ചു, വയറ് അത്യാവശ്യം നിറഞ്ഞു. ഇവിടെ ഈ ഒരു രാജ്യത്ത് ബുറാക്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ, ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ക്രം കിഫ്ല, ഇതാണ്ട് ബുറാക്ക്, ഇതാണ് കേട്ടോ. ഇത് പിസ ബുറാക്ക്, ഇതാണ് കേട്ടോ നമ്മുടെ ബുറാക്ക്. ഇത് ബുറാക്ക് നമ്മുടെ ബോസ്നിയയിലാണ് ഈ ബുറാക്ക്. നമ്മുടെ ബോസ്നിയയിലാണ് ഈ കാണുന്ന ബുറാക്കിന്റെ ഉത്ഭവം. നമ്മൾ ഒരു കുടക്കീഴിൽ ഇതാണ്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. നമ്മള് നമ്മുടെ ഹിച്ചേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ഹിച്ചേക്കിംഗ്. ഹലോ, ആരും നിർത്തുന്നില്ല. നമ്മൾ അൽബേനിയയിലോട്ടാണ്. ലെറ്റ്സ് ഗോ ടു ദ ബോർഡർ.
Let's go Albania. ആരും നിർത്തുന്നില്ല, കുറെ വണ്ടികൾ പോകുന്നുണ്ട്. ഹലോ. It's quite easy, right? Thank you. Fala. Albania, yeah. Shibali. Prishnibir. What is Prishimir? Cheers. Oh. I know Shivir. This is for what? It's just like this, but they do this. അവരിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അൽബാനിയക്കാരും മോണ്ടിനീഗ്രോക്കാരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. Yeah, like this. വാവ്, അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറയാ വേറെ ലെവൽ കേട്ടോ. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10-12 കിലോമീറ്റർ മാത്രമേ നമ്മൾ അൽബേനിയയിലോട്ട് പോകാനായിട്ടുള്ളൂ. നമുക്ക് അവര് ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നെ കേട്ടോ. Let's check. Wow. Thank you. ഇവിടെയുള്ള ആളുകളെല്ലാം ഭയങ്കര കൂളാണ് കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി. What's your name? Pričam na srpski i na albanski. Dalbaski. Nice to meet you. Malo na srpski. Malo. Grčko. എല്ലാരും പറയുന്നത് അൽബാനിയ ഡേഞ്ചർ എന്നാണ് കേട്ടോ. അൽബാനിയ മാഫിയ. അൽബാനിയയിൽ മാഫിയ ധാരാളം ഉണ്ടെന്നാണ്. ഈ ബാൽക്കൻ കൺട്രീസിൽ കുറേ രാജ്യങ്ങളിലൊക്കെ മാഫിയകളുണ്ട്. അൽബാനിയ ഡ്രഗിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഡ്രഗ്സ് അൽബാനിയയിൽ നിന്ന് മറ്റു സെൻട്രൽ യൂറോപ്പിലോട്ടൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. മാഫിയ കുറച്ച് ഡേഞ്ചർ എന്നാണ് ഇവർ പറയുന്നത്. നമ്മളങ്ങനെ ബോർഡറിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ വിടാൻ വേണ്ടി പോവാണ്. അൽബാനിയ എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് കയറാൻ വേണ്ടി പോവാ. പുള്ളിക്കാരൻ പറയുന്ന ഇതെല്ലാം മാഫിയകളുടെ സ്ഥലമാണെന്നാണ് കേട്ടോ. ഡ്രഗ് മാഫിയ, കൊച്ച മാഫിയ, മാഫിയകളുടെ വീടാണെന്നാണ് അവിടെ. ഇതുപോലുള്ള വലിയ വീടുകളെല്ലാം. എന്റെ അമ്മ, കൊട്ടാരം പോലുള്ള വീടാണല്ലോ. ഇവരുടെ കയ്യിൽ പൈസയും മറ്റേ വാവ്, മറ്റേ നമ്മുടെ എൽദോറാദോ മറ്റേ ഏതൊരു സിനിമ ഉണ്ടല്ലോ ഈ മെക്സിക്കൻ, നമ്മുടെ പുള്ളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആരുടെ, നമ്മള് സ്കോട്ടൽ എന്ന് പറഞ്ഞ ഒരു അൽബാനിയയിലെ നോർത്തേൺ ടൗണിലോട്ടാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. സെൻട്രൽ യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഏരിയകളാണ് കേട്ടോ. ഗയ പറയാണ് പുവർ പ്ലേസ് എന്ന്. ഇത് കണ്ടിട്ട് പൂവറെന്നോ പുള്ളിക്കാരി അവള് പറയാണ്. ഇവിടെയൊക്കെ തോന്നുന്ന പോലെ പാർക്കിങ് കറക്റ്റ് യൂറോപ്പിൽ നിന്ന് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അൽബേനിയ വന്നപ്പോ ഇവിടെ എല്ലായിടത്തും നല്ല മനോഹരമായിട്ടുള്ള പള്ളികളാണ് കേട്ടോ. ധാരാളം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് അൽബാനിയ. ഇതിനെക്കാട്ടി മനോഹരമായിട്ടുള്ള ഒരു പള്ളി ഞാൻ കണ്ടിരുന്നു. ഇത് വീടുകളൊക്കെ കണ്ടില്ലേ. ഇവിടുത്തെ കടകളൊക്കെ നമ്മുടെ നാട്ടിലെ സാമ്യമുള്ള കടകളാണ് കേട്ടോ. കണ്ടില്ലേ ഇവിടുത്തെ നഗരം. ആക്ച്വലി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. യൂറോപ്പിലെ ഒരു ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലാത്തൊരു രാജ്യമാണ് കേട്ടോ നമ്മുടെ ഈ അൽബാനിയ എന്ന് പറയുന്നത്. ഔട്ട്ലർ, ബിഗ് ബ്രദർ. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മൾ കുറെ നേരം ഇതിന്റെ ഇടയിലേക്ക് കുറച്ച് ഉറക്കെ ഉറങ്ങി. Let's go. നമ്മളിനി തിരാനയിലോട്ടാണ് പോകുന്നത്. ക്യാപിറ്റൽ തിരാന. ബൈ ബൈ. അൽബേനിയ ഭയങ്കര വിയേർഡ് കേട്ടോ. എന്താ ഇവിടെ 2025 വരവേക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെയാ. നമ്മള് അൽബേനിയയിൽ വന്നിട്ട് ഇതുണ്ട്. കുറച്ച് സാധനങ്ങൾ, ബ്രെഡും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. കുറച്ച് പയറും ഹോംലെസ് പീപ്പിൾ ഫുഡ്. അൽബേനിയ കുറച്ചുകൂടെ ചീപ്പാണ്. നമ്മുടെ അൽബേനിയയുടെ ഫ്ലാഗ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ നമസ്കരിക്കാനുള്ള ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ കടകൾ. താങ്ക് യു. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നടക്കുവാണ്. അവിടെ ഒരു മല ഉണ്ടില്ലേ, കാസ്റ്റിൽ ഒരു ഫോർട്ടാണ് കേട്ടോ അവിടെ കാണുന്നത്. ഇവിടെ പരിസ്ഥിതി ആകെ വളരെ വ്യത്യാസമാണ് കേട്ടോ. ഇവിടെയുള്ള ആളുകളുടെ അവർ ഇസ്ലാമിക് അല്ല. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളിയുണ്ട്, ജാമിയ ഈ പുളുബിറ്റ്, അങ്ങനെ ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ കാസ്റ്റൽ റൊസാഫിയാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടില്ല ഇവിടുത്തെ ബിൽഡിങ്ങുകൾ. അടിപൊളി കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഓരോ വണ്ടികളിൽ
ആണ്. കറക്റ്റ് അൽബാനിയയുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളുടെ ലാൻഡ്സ്കേപ്പ് പോലെ നമുക്ക് തോന്നും കേട്ടോ. ഇവിടുത്തെ ബിൽഡിംഗ് ആണെങ്കിലും. നമ്മൾ അൽബാനിയയില് തിരാനയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരാൾ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മിന്നലും എറിയലും ബോംബല്ലല്ലോ, ഇത് ഇടിവെട്ടുന്നു. Say hi bro. What's your name? My name is Astrid. അസ്ത്രി ബ്രോറ്റോടെയാണ് കേട്ടോ നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര കമ്മ്യൂണി. പുള്ളിക്കാരൻ പറഞ്ഞ വീട്ടിൽ പോയിട്ട് കോഫിയൊക്കെ കുടിക്കാതെ വണ്ടി വഴിയിൽ നിന്ന് കയറ്റിയാണ്. അൽബാനിയക്കാർ ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അടിപൊളി ആൾക്കാരാണ്. ഇതിനിടയിൽ പുള്ളിക്കാരൻ ഇവിടുത്തെ പട്ടാളക്കാരാണ്. ഇവിടെ UK വെച്ച് നടന്ന എന്തോ ലോകത്തുള്ള 63 രാജ്യങ്ങളിലെ പട്ടാളക്കാരന്മാരുടെ കോമ്പറ്റീഷനിൽ ഇന്ത്യ ഗോൾഡ്, പാകിസ്ഥാൻ സിൽവർ, അൽബാനിയ ബ്രോൺസ്. അൽബാനിയക്കാരന് ബ്രോൺസും പാകിസ്ഥാന് സിൽവറും ഇന്ത്യക്ക് ഗോൾഡ് മെഡലും കിട്ടി. ബാക്കി 63 രാജ്യത്തിലാണ് കേട്ടോ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ആർമി അടിപൊളിയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അൽബാനിയയിൽ തിരാന എന്ന് പറഞ്ഞ ക്യാപിറ്റലിൽ എത്തിയിട്ടുണ്ട്. നല്ല ആളുകളാണ് കേട്ടോ. ഇവിടെ കുറെ ആളുകളെ നമ്മൾ കണ്ടു. കുറെ ആളുകളുടെ അടുത്ത് സമയം ചിലവഴിച്ചു, ഇടവഴുകി. പക്ഷേ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇപ്പൊ ഒരു വെക്കേഷൻ മോഡ് പോലെയാണ്. No understand my language, blah blah blah. I understand everything. I Yeah. understand 100%. Good. I'm in 5 minutes. പുള്ളിക്കാരൻ പാവം നമ്മളെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരൻ കടയിലോട്ട് കൊണ്ടുപോവാണ്. നമ്മൾ അടിപൊളി മക്കയത്താണ് കേട്ടോ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ അവിടെ മക്കയാത്തോ. പുള്ളിക്കാരൻ കോഫി. Now you have taken the right road. Take a time. No money. പുള്ളിക്കാരൻ ഫോഴ്സ് ചെയ്ത് പൈസ തന്നു കേട്ടോ. കാരണം പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി പോയതാണ്. Look at this. പുള്ളിക്കാരൻ അടിപൊളി കേട്ടോ. How is he? This is so amazing. Such So a nice nice, person. right? പുള്ളിക്കാരൻ അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവല് മനുഷ്യൻ കേട്ടോ. Albanian people. അൽബേനിയൻ പീപ്പിൾ ആർ സൂപ്പർ നൈസ്, യുനോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല രസമുള്ളായിരുന്നു. പുള്ളിക്കാരൻ്റെ പേര് ദിശാനിയോ? What was his surname? I don't know. Don't say his surname on camera. ഓ സോറി. പുള്ളിക്കാരൻ്റെ എന്തോ സർനെയിം. ഇവിടെ ആളുകള് ആട്ടിന്റെ തലയൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഇവർക്ക് കുറച്ച് കൾച്ചർ ഇവരുമായിട്ട് കൂടുതൽ ഇവിടെ മുസ്ലിങ്ങളുണ്ട്. അതിൻ്റെതാ ചിക്കൻ ആണല്ലോ ഇവിടെ. ചിക്കൻ, ആട്ടിന്റെ തല, ഹെഡ് ഓഫ് ദ ഗോട്ട്, യുനോ. Really? Hello. Yeah? Hello. It's goat. Change. ഇത് ആട്ടിന്റെ തലയാണ് കേട്ടോ സംഭവം. എല്ലാവരും നല്ല കടയിലോ ആൾക്കാർ. ഇവരുടെ കുറച്ച് മുസ്ലിം കൾച്ചറുണ്ട്. അതാണ് ആട്ടിന്റെ തലയൊക്കെ മറ്റേ മിഡിൽ ഈസ്റ്റിൽ അറബിമാരൊക്കെ കഴിക്കില്ലേ. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ഇറാൻ മിഡിൽ ഈസ്റ്റിലാണല്ലോ. ഇറാനിലും അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. അൽബാനിയ ആക്ച്വലി വന്നപ്പോൾ ആദ്യം എന്തോ ഒരുപോലെ ആയിരുന്നു. ഒരു പൂവർ രീതിയിലുള്ള എന്താ പറയുക ആളുകളും എന്തോ പോലെ തോന്നി. പക്ഷേ ആളുകൾ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യത്തെ ടൗണിൽ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഇവിടെ അടിപൊളി. പോളണ്ടുകാരി, ഹൗ ഡു യു ഫീൽ? Like this. നമുക്കൊരു കുട വഴിയിൽ നിന്ന് കിട്ടി. നമ്മൾ അതും എടുത്തുകൊണ്ട് പോവാണ്. I never seen it like this in my life. അവളുടെ ജീവിതത്തിൽ ഇതുവരെയൊക്കെ ആയിട്ട് ഇതുപോലുള്ള ഒരു മഴ കണ്ടിട്ടില്ലെന്നാണ്. കേരളത്തിലൊക്കെ വന്ന ഫുള്ള് മിന്നൽ വെട്ടമാണ്. എല്ലാവരും നല്ല കടയിലോ ആൾക്കാർ. ഇവരുടെ കുറച്ച് മുസ്ലിം കൾച്ചറുണ്ട്. അതാണ് ആട്ടിന്റെ തലയൊക്കെ മറ്റേ മിഡിൽ ഈസ്റ്റിൽ അറബിമാരൊക്കെ കഴിക്കില്ലേ. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ഇറാൻ മിഡിൽ ഈസ്റ്റിലാണല്ലോ. ഇറാനിലും അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. അൽബാനിയ ആക്ച്വലി വന്നപ്പോൾ ആദ്യം എന്തോ ഒരുപോലെ ആയിരുന്നു. ഒരു പൂവർ രീതിയിലുള്ള എന്താ പറയുക ആളുകളും എന്തോ പോലെ തോന്നി. പക്ഷേ ആളുകൾ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യത്തെ ടൗണിൽ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഇവിടെ അടിപൊളി. പോളണ്ടുകാരി, ഹൗ ഡു യു ഫീൽ? Like this. നമുക്കൊരു കുട വഴിയിൽ നിന്ന് കിട്ടി. നമ്മൾ അതും എടുത്തുകൊണ്ട് പോവാണ്. I never seen it like this in my life. അവളുടെ ജീവിതത്തിൽ ഇതുവരെയൊക്കെ ആയിട്ട് ഇതുപോലുള്ള ഒരു മഴ കണ്ടിട്ടില്ലെന്നാണ്. കേരളത്തിലൊക്കെ വന്ന ഫുള്ള് മിന്നൽ വെട്ടമാണ്.
അങ്ങനെ മഴയത്ത് ലാസ്റ്റ് അൽബാനിയയിൽ തിരണ്ടയിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് വന്നു. ഡ്രസ്സൊക്കെ അതാണ്ട് രാവിലെ ഇട്ടേക്കുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അൽബാനിയയിലെ തിരണ്ട നഗരത്തിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ്. ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു നഗരമല്ല, ഒരു വലിയൊരു നഗരം തന്നെയാണ്. ഇത് ആ ഒരു ഭാഗത്തും ഫുള്ള് മലയാണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ, കറക്റ്റ് ഒരു യൂറോപ്യൻ യൂണിയനിലെ ബിൽഡിംഗ് ആണെന്നേ തോന്നില്ല. അതിനിത് യൂറോപ്യൻ യൂണിയൻ അല്ലല്ലോ, അപ്പോൾ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളങ്ങനെ ഒന്ന് അൽബാനിയയിലെ തിരാൻ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്, ഇന്നലെ ഫുള്ളും മഴയായിരുന്നു. നമ്മൾ ഇതിലേക്കൂടെ നടക്കുവാണ് കേട്ടോ. ഇവിടെ കുറേ കുറേ ആളുകളെന്ന് പറയുമ്പോൾ കുറച്ച് പാവപ്പെട്ട ആളുകളൊക്കെയാണ് കേട്ടോ ഈ അൽബാനിയയിൽ. യൂറോപ്യൻ യൂണിയൻ പോലെ മിക്ക ആളുകളും പണക്കാരൊന്നുമല്ല. ഇതൊക്കെ ഇവിടുത്തെ ഞാൻ ഫസ്റ്റ് ഇംപ്രഷനാണ്. പക്ഷേ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ഇവിടുത്തെ തന്നെ ഒരു വലിയ അത്യാവശ്യം പണക്കാരൊക്കെ താമസിക്കുന്ന ഇതാണ് കേട്ടോ. ഹൗ യു ഫീലിംഗ് അൽബാനിയ? Amazing, I love the weather. ഇവിടെ ഒരു കാറിൻ്റെ മുകളിൽ ഫ്ലാഗ് ഇട്ടിട്ട് അത് മറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. കാറിൽ അൽബാനിയൻ ഫ്ലാഗാണ്. എവിടെ കണ്ട യു ആർ എ ട്രാഷ് ഗേൾ, യു നോ ദ റിയൽ ട്രാഷ് ഗേൾ. Yes, I am. എവിടെ ചവിട്ടുകൂട്ട കണ്ടാലും അവിടെ നിന്ന് എന്തെങ്കിലും പറക്കിയെടുത്തോളൂ. ഇപ്പോൾ ഒരു ഓറഞ്ച് ചവിട്ടുകൂട്ട കണ്ടപ്പോൾ അത് പറക്കിയെടുത്തു. ആളുകളെല്ലാവരും ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. ഇപ്പോൾ നോക്കിയോ, ഇവിടെ ഒരു ചവിട്ടുകൂട്ട ഉണ്ട്, അവിടെ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. എല്ലാ സമയത്തും ഇങ്ങനെയാണ് കേട്ടോ. Now you don't want to look for the trash? We are walking on the street. ഇപ്പോൾ ഇന്നലത്തെ മഴ മാറിയപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ആകെ മൊത്തം മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അൽബാനിയയിലെ സെൻട്രൽ ഭാഗത്താണ്. ഇവിടെ അൽബാനിയയിൽ ധാരാളം ജിപ്സീസ് ഉണ്ട് കേട്ടോ. ജിപ്സീസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഉത്തരേന്ത്യ എന്നൊക്കെ ഇന്ത്യയിൽ നിന്ന് കുടിയേറി യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെത്തിയ ആളുകളാണ്. അവരുടെ നിറം എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവരുടെ വെള്ള ബ്ലോണ്ട് നിറമല്ല, കുറച്ച് ബ്രൗണൈഷ് ആയിട്ടുള്ള ആളുകളാണ്. അവർ കൂടുതലും എല്ലാവരും അല്ല, കുറേ ഈ ജിപ്സീസ് ഇങ്ങനെ ബെഗിങ്, ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുമോ, അലഞ്ഞിട്ട് നടക്കുമോ, അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ ജിപ്സീസ് ഉണ്ട് ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ. അങ്ങനെ ചില രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സെൻട്രൽ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫ്ലാഗിൻ്റെ ഇതിലാണ് കേട്ടോ ഇവരുടെ ട്രാഫിക് സിഗ്നൽ. ഇത് ഇവരുടെ അൽബാനിയൻ ഫ്ലാഗാണ്, അതിൻ്റെ ഇതിലാണ് കേട്ടോ ട്രാഫിക് സിഗ്നൽ. നമ്മളിവിടുത്തെ സെൻട്രൽ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഒരു ക്രിസ്മസ് മാർക്കറ്റൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓരോ പലതരത്തിലുള്ള ഗെയിമുകൾ. ഇവിടെ മദ്യം കിട്ടുന്ന ഗെയിമാണ്. ഇവിടെ തന്നെ പൈസയും കിട്ടും മദ്യവും കിട്ടും കേട്ടോ. ഒരു വലിയൊരു ഏരിയ കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് ഇവിടെ ഗെയിംസും സംഭവങ്ങളും അടിപൊളി കേട്ടോ. അതായത് ഇത് അൽബേനിയയുടെ തിരാന എന്ന് പറഞ്ഞ ക്യാപിറ്റലിന്റെ സെൻട്രൽ ഭാഗമാണ്. സെൻട്രൽ ഭാഗത്താണ് ഇവരെല്ലാം ഈ തട്ടിക്കൂട്ടുണ്ടാക്കി ഒരു ക്രിസ്മസ് മാർക്കറ്റാക്കി ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എൻ്റെ അമ്മോ, ഒരു സ്ക്വയർ മുഴുവൻ എന്ത് മനോഹരം അല്ലേ. ഫുള്ള് കടകൾ, ഓരോ ആക്ടിവിറ്റീസ് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ 3-4 ക്രിസ്മസ് ട്രീ ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു മിനാരമുള്ള ഒരു മോസ്കാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അൽബേനിയയിൽ ധാരാളം മുസ്ലിംസ് ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം മോസ്കും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങോട്ട് ഫുള്ള് മാർക്കറ്റാണ്. നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് കേട്ടോ. 1837 കാലഘട്ടത്തിലെ ഒരു ഓടിട്ട ബിൽഡിങ്, നമ്മുടെ നാട്ടിലേക്കുള്ള ബിൽഡിംഗ് പോലത്തെ. ഇവിടുത്തെ ചില ബിൽഡിങ്ങുകളൊക്കെ കാണാൻ വേറെന്തോ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഇവിടുത്തെ ഒരു കലാവിരുതിലുണ്ടാക്കിയ ചില ബിൽഡിങ്ങുകളൊക്കെയാണ്. നമ്മളിതിൻ്റെ ഇടയിൽ ധാരാളം മലയാളികൾ അൽബേനിയയിലൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അവരെ തപ്പി പോവാണ്. നമ്മളിവിടുത്തെ മറ്റൊരു പ്രധാനമായിട്ടുള്ള നമസാഗ് എന്ന് പറയുന്ന ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്ത് മനോഹരം കേട്ടോ, നമ്മുടെ തുർക്കിയിലെ പള്ളി പോലെ. വാവ്, അടിപൊളി കേട്ടോ. നമ്മുടെ തുർക്കിയിലെ അതുപോലെ നിർമ്മിച്ച ഒരു പള്ളിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഞാൻ നോക്കിയില്ല, നെറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഐഡിയ ഇല്ല. മനോഹരം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ, ഇത് നമ്മുടെ ഒട്ടോമൻ കാലഘട്ടത്ത് ഒട്ടോമൻ വന്നപ്പോൾ നിർമ്മിച്ച മോസ്കാണ്. ബാൽക്കൻസിലൊക്കെ ഒട്ടോമൻ വന്ന് ഭരണം നടത്തി അറിയാമല്ലോ. 100-200 വർഷമായിട്ടുള്ളൂ അവർ പോയപ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മോസ്കാണ്. ധാരാളം ആളുകൾ വന്ന് ഇവിടെ ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ പള്ളി. ഇതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലത്തുള്ള പള്ളി മിനാരത്തിൻ്റെ ഭാഗങ്ങളും
അവിടുത്തെ കുറേ ഇത് എനിക്കൊന്ന് പുതുതായിട്ട് അവർ വരച്ചു വച്ചിരിക്കുന്നേ തോന്നുന്നു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ നില. ദൂക്കിയുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റൊരു ഭാഗമാണ്. ഇവിടെ ദാണ്ട വേറൊരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ തന്നെ. നമ്മുടെ മലയാളി കുറച്ചല്ല 4 പേരെ വന്നിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ എത്ര മലയാളികളുണ്ട്? അടുത്തോട്ട് വന്നോ. 150 അടുപ്പിച്ച മലയാളികളാണ്. നിങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് റയാൻ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. കൊല്ലത്ത് എവിടെയാ? കൊല്ലത്ത് പുനലൂര്. ഞാൻ നെടുമാറ. ഞാൻ കണ്ണൂര്. എന്റെ പേര് എബി. ഞാൻ കൊല്ലത്ത് വരുന്നു. കൊല്ലം. തൊടുപുഴ. പല സ്ഥലത്തുനിന്നാണ് കേട്ടോ. കണ്ണൂര്, വടക്ക്, തെക്ക്. എവിടെയാ? കൊല്ലം. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടത്തെ ജീവിതവും? ഇവിടെ അൽബാനിയ എങ്ങനെയുണ്ട്? അടുത്തോട്ട് എന്നെ കാണണ്ടേ? തണുപ്പാണ്. ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവർക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോ എന്നാ അതേ പറയാവുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്താണ് പ്രശ്നം? പറ. നമുക്ക് എപ്പോഴും പ്രശ്നം കേൾക്കാനാണല്ലോ ഇഷ്ടം. പൊതുവേ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മള് എക്സ്പെക്ട് ചെയ്താണ് കല്ല വന്നപ്പോ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് എന്താ? എക്സ്പെക്ട് ചെയ്തത് ഓക്കെ. പിന്നെ ഫുഡില് എരിവൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് അൽബേനിയ എന്ന് പറയുന്ന യുവിലല്ലോ. നമ്മുടെ മലയാളി കുട്ടികളെല്ലാം അവര് പ്ലസ് ടു. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് വന്നല്ലേ? ഗ്രാജുവേഷനോ മാസ്റ്റേഴ്സ്? പ്ലസ് ടു കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അവർ ആക്ച്വലി. ഓക്കെ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അൽബാനിയ പിന്നെ ഈ ബാൽക്കൻ കൺട്രീസിലൊക്കെ പല ആളുകൾ വരുമ്പോൾ നോക്കണം. അതായത് യൂറോപ്പിൻ്റെ എക്സ്പെക്ടേഷൻ വെച്ചൊന്നും വരരുത്. ഇത് യൂറോപ്യൻ കോണ്ടിനെൻ്റ് ആണെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ വരുന്ന ഒരു രാജ്യമല്ല. മാത്രമല്ല ഷെങ്കൻ കൺട്രീസിൽ വരുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്രയുമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സോ നമ്മളൊരു പാർട്ട് ടൈം ജോലി ചെയ്താൽ അത്രയ്ക്ക് ശമ്പളമൊന്നും കിട്ടില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ എക്സ്പെൻസീവ് ആണെന്ന്. ആക്ച്വലി കമ്പയർഡ് ടു അതർ യൂറോപ്യൻ കൺട്രീസ് വളരെ എക്സ്പെൻസീവ് കുറവാണ്. ഇപ്പോൾ ജർമ്മനിയിലോ നെതർലാൻഡ്സിലോ അല്ലെങ്കിൽ ബെൽജിയത്തിലോ ലക്സംബർഗൊക്കെ പോവുകയാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ശമ്പളം അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പിന്നെ എനിക്ക് പെട്ടെന്ന് പറയണമെന്ന് തോന്നി. ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ അൽബേനിയയിലോട്ടൊക്കെ വരാൻ വേണ്ടി വിചാരിക്കുന്ന വരരുതെന്നല്ല പറഞ്ഞത്. യൂറോപ്പിൻ്റെ എക്സ്പെക്ടേഷൻ സാധാരണ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ അല്ലെങ്കിൽ ലൈഫിലൊക്കെ കാണുന്ന പോലത്തെ ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയ അങ്ങനത്തെ ലൈഫൊക്കെ കണ്ട് ഇങ്ങോട്ട് വരരുത്. ആ ഒരു ലൈഫില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു അൽബാനിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം കൂടുതൽ ആളുകളുള്ള ഒരു രാജ്യം കൂടിയാണ്. മുസ്ലിം മാത്രമല്ല, ഓർത്തഡോക്സ്, കത്തോലിക്കൻ എല്ലാവരും ഉണ്ട്. പക്ഷെ കൂടുതൽ മുസ്ലിംസ് ഉണ്ട്. പിന്നെ ഒരു അറബ് മിക്സ് കൾച്ചറുണ്ട്, ഒരു തുർക്കിഷ് കൾച്ചർ. അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കരയിനംപ്പെട്ട ഒരു രാജ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏജൻസികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ പറയുന്ന എക്സ്പെക്ടേഷനൊക്കെ ഉണ്ടോന്നൊക്കെ നിങ്ങൾ അവരുടെ ഇതുപോലുള്ള കുട്ടികളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ ഒരു രാജ്യത്തോട്ട് വരാൻ. അൽബേനിയ മാത്രമല്ല, ഞാൻ പറയും ബാൽക്കൻസിലോട്ട് വരാനായിട്ട്. നിങ്ങളിപ്പോൾ ജർമ്മനിയിൽ പോകണമെങ്കിൽ പോയിക്കോ. ജർമ്മനിയിൽ പോകാൻ വേണ്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷേ പോകുമ്പോൾ നിങ്ങളുടെ ആ എക്സ്പെക്ടേഷൻ നിങ്ങൾ വെച്ച് പോയിട്ട് ലാസ്റ്റ് ആ എക്സ്പെക്ടേഷൻ കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കരുതോ. അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വേറെ എന്താ, നാട്ടിലിപ്പോൾ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ എന്താ നേഴ്സിംഗ് പഠിക്കുന്നു. പിന്നെ നിങ്ങൾ വേറെ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ബയോടെക്നോളജി. വേറെന്താ പഠിക്കുന്നത്? ഇമാജിൻ. ഓക്കെ. പാർട്ട് ടൈം ജോലിക്ക് കയറാൻ പ്ലാൻ ഉണ്ടോ? എന്താ? TRP കിട്ടിയതിനു ശേഷം. ഓക്കെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഞാനാണ് ഇവർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടോ? അതാ നമ്മൾ അവിടെ നിന്ന് വിട്ടു വന്നു. ഇവിടെ കുറച്ച് സ്ട്രീറ്റ് പാട്ടുകാരും കുറച്ച് ലൈവ് മ്യൂസിക് ഒക്കെയാണ്. നല്ല അടിപൊളി മാർക്കറ്റ് കേട്ടോ. ക്ലൈമറ്റും അത്യാവശ്യം നല്ല ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ഒരു ഈവനിങ് ആയിട്ടുള്ള സമയമാകുമ്പോഴൊക്കെ ആയിരിക്കും. ഈ കാണുന്ന ഭാഗമൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഇവിടെ നമ്മുടെ തുർക്കിഷ് നമ്മുടെ ഐസ്ക്രീം. ഇവിടെ നമ്മുടെ ഒരു ബസ്സിനെ ഇവർ ആക്ച്വലി സുവനീർ കടയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ എന്ന് പറഞ്ഞ് ഫുള്ള് സുവനീറിൻ്റെ കടകളാണ് കേട്ടോ ഈ കാണുന്ന. കണ്ടോ, നല്ല രസമുണ്ട്. ബസ്സിനെ ഇവർ വഴിയിലിട്ടിട്ടാണ്. ഇവിടെ എന്താ ഇത്, സിനിമയുടെ പ്രൊമോഷനാണോ? ഇവിടെ അൽബേനിയയിൽ നമ്മൾ റോഡിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഹായ്. അതെ, സുഖല്ലേ? ഇവിടെ കണ്ടില്ലേ പുള്ളിക്കാരൻ എന്താ ഫോൺ എന്താ എടുത്ത് കാറിൻ്റെ അകത്തിട്ടെ? കാറ് വെറുതെ തുറന്നു കിടക്കുവാണ് കേട്ടോ.
ഇവിടെ മെയിൻ റോഡിന്റെ നടുക്കാണ് ഒരു കാർ ഇങ്ങനെ തുറന്ന് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഫോണൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ അംബാസിഡർ കാറല്ലേ, നമ്മുടെ നാട്ടിലെ അംബാസിഡർ കാർ പോലത്തെ ഒരു കാറാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ട്. നമ്മളൊരു ബേക്കറിയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇത് കോൺ ബ്രെഡ്, പിന്നെ നമ്മുടെ ബുറാക്ക് അറിയാലോ, ബോസ്നിയയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം ബുറാക്ക്, അതൊക്കെ നമ്മളിവിടെ വാങ്ങുവാണ്. ആൻഡ് പിന്നെ ഇവിടെ വേറൊരു സംഭവം ഈ കാണുന്നത് ഇവിടുത്തെ അൽബാനിയൻ ഒരു പ്രധാനപ്പെട്ട പ്രാദേശികമായിട്ടുള്ള ട്രിലേഷി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് നമ്മളിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ട്രിലേഷി. Let's try. Can try. How is it? It's interesting. Is it? The top is very sweet, but it's interesting. What do you think? I like it. Oh, look, it's like milk inside. അകത്ത് പാല് പോലത്തെ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. പതന്നെ ആടുവാണ്. നമ്മളെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരാളെ ഇവിടെ പരിചയപ്പെടുത്തി തരാം. ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ പരിചയപ്പെടുത്തി തരാം. ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ റൂഫ് ടോപ്പില്ലേ, അവിടെയാണ് കേട്ടോ. ഹലോ, വാട്ട്സ് അപ്പ്? ഹലോ ജെർമീനെ. How you say? Yeah, Jermaine, sorry. ഇത് നമ്മുടെ ജെർമീൻ കാമറൂൺകാരിയാണ്. How are you? I'm good. Say something in French. Comment ça va? Comment ça va? That's so simple. Say welcome Kerala people. Bienvenue, Kerala people. What? Bienvenue. Bienvenue Kerala people. Okay. Everything is messy. Yeah, it's okay. Yeah, thanks for hosting, you know. You're most welcome. Yeah. People I feel comfortable. very much. Don't worry. ഇപ്പോൾ പുള്ളിക്കാരിയെ നമ്മളിവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. You are going to become famous in Kerala. Oh, really? Yeah. Indian people. Yes. I would come in Kerala. Yeah, you should come in Kerala. I would come. ഞാൻ പോകുന്ന എവിടെയൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ കേരളം അറിയാം. ഞാൻ പോകുന്ന ആരായാലും കാണുന്ന ആരായാലും ഞാൻ അവർക്ക് എല്ലാവർക്കും കേരളം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കേരളം എവിടെയാണ്, കേരളത്തിന്റെ ജോഗ്രഫി, ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ രീതി, സംസ്കാരം എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഒരാൾക്കും കേരളം അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പൊ ഞാൻ കാരണം പല ആൾക്കാർക്കും കേരളം അറിയാം. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ക്ലീനിങ് ഒക്കെ ചെയ്തു, അടിപൊളിയാക്കി. ഇതിനിടയിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഫി കുടിച്ചിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി ഇന്ന് പാസ്ത ഉണ്ടാക്കി കൊടുക്കുവാണ്. അങ്ങനെ പാസ്ത കുക്ക് ചെയ്യുന്ന ഇതിലാണ്. പുറത്ത് പോയി കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ സവാളയൊക്കെ അരിഞ്ഞു. സവാള അരിഞ്ഞ ക്രെഡിറ്റ് ഫോർ യു ഡിഡ് സവാള. പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങിച്ചു. അതെല്ലാം ആക്കി പാസ്ത ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ പാസ്ത ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ എടുത്ത് എൻ്റെ പാസ്ത റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? You just eat. I cook everything. Yes. നമ്മളിവിടെ ഫുഡ് അവസാനം റെഡി ആയിട്ടുണ്ട്. Just eat, man. How's the food? Let me know the reaction of the food. We haven't yet tried. Please try it. We're eating. നമ്മളിവിടെ സിനിമ കണ്ടോണ്ട് നമ്മളിവിടെ കഴിക്കുകയാണ് കേട്ടോ. It's been a few hours. Just eat.